വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ബേസിക് സയൻസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് സയൻസിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആദ്യം ഒരു നല്ലൊരു പടമൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. എന്തോ വലിയ സംഭവമാണെന്ന് മാത്രം മനസ്സിലായി. എന്താണെന്ന് പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നതോ കണ്ടിട്ട്? ഒരു രക്ഷയില്ല. സോ തുടങ്ങാം. ഒന്നാമത്തെ ചാപ്റ്റർ എന്തുവാ? ചാപ്റ്റർ പേരാണ് മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. എന്തുവാണ്? മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ അളവുകളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ആദ്യം ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. അതായത് മെഷർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുക എന്നതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ കാർ കണ്ടോ? ഈ കാർ എവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അസംബിൾ ചെയ്തതാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇതിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കിയത് എവിടെ നിന്നാണ് പറയുന്നത്? ഈ മെക്കാനിക്ക് ജപ്പാനിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ചൊക്കെ, ഒരു സാധനം ജപ്പാനിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് അസംബിൾ ചെയ്തിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഓരോ സാധനങ്ങളുടെയും അളവിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ? ഓരോ പാർട്ടുകളും വളരെ കൃത്യമായ അളവിൽ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു അളവുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആറ്റി കളഞ്ഞാലും എന്ത് ചെയ്യണം? അളന്ന് കളയണം. അതിന് മെഷർമെൻറ്റുമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും ചുമ്മാ അളവെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യാറുണ്ട്? ഒരുപാട് സാധനങ്ങൾ മെഷർ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ആ മെഷർ ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നോക്കിയേ, ഇതാ ഇവിടെ ഒരു 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 ഹോളിൻ്റെ ആഴം അളക്കുകയാണ് ഇവിടെ ഒരാൾ നിന്നിട്ട്. ഇത് ഇവിടെ അളക്കുന്നത് എന്താണ്? വെയിറ്റ് ആണ് അല്ലേ? ഭാരമാണ് അളക്കുന്നത്. ഇവിടെ ഒരു ടൈലർ എന്ത് ചെയ്യുകയാണ്? ഒരാളുടെ ഡ്രസ്സിൻ്റെ അളവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു പയ്യൻ ഓടുന്നതിൻ്റെ സമയമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആശുപത്രിയിൽ ഇരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ദേ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? BP ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ എന്ന് പറയും. നമ്മൾ പിന്നെ കൊറോണ വന്നതിന് ശേഷം എന്താ, ഇത് നമുക്ക് പിന്നെ എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ? വെടിവെക്കുന്ന പോലെ ഈ സംഭവം എന്തിനാണ് മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതാണ് അല്ലേ? നമ്മൾ കൊറോണ വന്ന സമയത്ത് നമ്മളിത് പ്രധാനമായിട്ട് കണ്ടത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ അളന്നിട്ട് പല സ്ഥലങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നുള്ളൂ? കയറ്റി വിടുമായിരുന്നുള്ളൂ. ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലതരം സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അളക്കാറുണ്ട്. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, ഡെപ്ത് ഓഫ് ദ പിറ്റ് അല്ലെ? ഒരു കുഴിയുടെ ആഴം എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്താ അളക്കുന്നത്? ആ ലെങ്ത് എന്ന് പറയുന്നൊരു കാര്യമാണ് അല്ലേ? ആ നീളം അല്ലേ? ആഴം എത്രയാണെന്നുള്ളത് നീളത്തിലാണ് നമ്മൾ അളക്കുന്നത്. വെജിറ്റബിളിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ എന്തിൻ്റെ തൂക്കം എടുക്കുന്നത്? അതിൻ്റെ മാസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ആ വെയിറ്റ് അളക്കുന്നതിലൂടെ ആ വെയിങ് മെഷീൻ വെച്ച് നമ്മൾ അളക്കുന്ന സത്യത്തിൽ എന്താണ്? അതിൻ്റെ മാസാണ്. ഒരു ടൈലർ എന്താ അളക്കുന്നത്? ടൈലർ എടുക്കുന്ന എപ്പോഴും എന്തായിരിക്കും? അതും എന്താണ്? നമ്മുടെ ലെങ്ത് ആണ് അല്ലേ? കൈയുടെയും കാലിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ ലെങ്ത് ആണ് അളക്കുന്നത്. സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നമ്മൾ എന്താ അളക്കുന്നത്? നമ്മൾ അളക്കുന്നത് സമയമാണ് അല്ലേ? സമയത്തെ അളക്കുന്നത്. ബ്ലഡ് പ്രഷർ വെച്ച് നമ്മൾ എന്താ അളക്കുന്നത്? രക്തത്തിൻ്റെ സമ്മർദ്ദം അഥവാ ബ്ലഡിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അളക്കുന്നത്. ബോഡിയിലെ ഹീറ്റ് വെച്ച് നമ്മൾ എന്താ അളക്കുന്നത് നമ്മൾ ടെമ്പറേച്ചറാണ്. ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും നമുക്ക് അളക്കാൻ പറ്റും. ഇങ്ങനെ അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്സിൽ എന്തെന്ന് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. എന്തുവാണ്? അളക്കാൻ പറ്റുന്നവയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ലെങ്ത് അളക്കാൻ പറ്റും, മാസ് അളക്കാൻ പറ്റും, സമയം അളക്കാൻ പറ്റും, പ്രഷർ അളക്കാൻ പറ്റും, ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? നിങ്ങളെല്ലാവരും മാത്സ് പഠിച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മളതിനകത്ത് ഏരിയ മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഡെൻസിറ്റി നമുക്ക് അളക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക്, എല്ലാന്നുമില്ല എങ്കിലും ഒരുവിധം എല്ലാ കാര്യവും അളക്കാൻ പറ്റും. എന്നും പറഞ്ഞ് നമ്മുടെ സന്തോഷം അളക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അളക്കാൻ പറ്റും. ഇങ്ങനെ അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഭംഗിയായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ ഇനി ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് ഫ്രീ അല്ല, ഫീസുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മൾ പലതരം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മെഷർ ചെയ്യാറുണ്ട് അല്ലേ? ദൂരം, ലെങ്ത്, മാസ്, ടൈം, പ്രഷർ, ടെമ്പറേച്ചർ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ അളക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ പറയണത് എന്താണ്? ക്വാണ്ടിറ്റി ദാറ്റ് വി മെഷർ ഫിസിക്സ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്സിൽ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണെന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലെങ്ത്, മാസ്, ടൈം, കറണ്ട്, ടെമ്പറേച്ചർ, സബ്സ്റ്റൻസിൻ്റെ അളവ്, ലൈറ്റിൻ്റെ അളവ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാൻ പറ്റും. അപ്പോൾ അവരെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ പ്രശ്നം എന്താ? ഇവിടെ കിടക്കുകയാണ്. അങ്ങനെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇപ്പം നോക്കിയേ, ഇപ്പം മോളിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ
ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പറയുന്ന മീറ്റർ ഉപയോഗിച്ച് അളന്നു. സ്പീഡ് എന്ന് പറയുന്നത് ഈ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, അളന്നു. ഉയരം നമ്മൾ ഈ പറയുന്ന ടേപ്പ് വെച്ച് അളന്നു. ഈ പറയുന്ന വെയിറ്റ് ഇതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് അളന്നെടുത്തതാണ്. എന്തെങ്കിലും ഫോർമുല വല്ലതും ഇവിടെ ഉപയോഗിച്ചോ കണ്ടുപിടിക്കാനായിട്ടില്ലല്ലോ. ആ മെഷർ ചെയ്യുന്ന ഉപകരണം ഏതാണോ അത് വെച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കണ്ടുപിടിക്കുക. പക്ഷേ ഈ പ്രഷർ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പറ്റൂ? നിങ്ങൾ കൈ വെച്ച് നോക്കിയിട്ട് പ്രഷർ എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റൂ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ പ്രഷർ മനസ്സിലാക്കുന്നത്? അത് ഇതുവഴി പോകുന്നു, അതിൻ്റെ വോളിയവും ലെങ്ത്തും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു ഫോർമുലയുടെ ആവശ്യമുണ്ട്. അല്ല, ഈ ഉപകരണം ഡയറക്റ്റായിട്ട് തരുമെങ്കിലും അതെന്താണ്, ഒരു ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി അളക്കുന്നത്. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റിയും നമുക്ക് നേരിട്ട് അങ്ങ് ഡയറക്റ്റായിട്ട് അളക്കാൻ പറ്റത്തില്ല. അങ്ങനെ അളക്കാൻ പറ്റുന്നവയും പറ്റാത്തവയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ പഠിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയെ എത്രയായിട്ട് തിരിക്കാം, രണ്ടായിട്ട് തിരിക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഏത് ക്വാണ്ടിറ്റിയാണോ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി നേരിട്ട് അളക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവർ എന്ത് വിളിക്കും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉദാഹരണങ്ങൾ. ലെങ്ത് എന്ന് പറയുന്നത് സ്കെയിൽ വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് അളക്കാം. മാസ് എന്ന് പറയുന്നത് വെയിങ് മെഷീൻ വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. ഫോർമുലയുടെ ആവശ്യമുണ്ടോ? ഇല്ല. കറണ്ടിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ടൈം, ടെമ്പറേച്ചർ, സബ്സ്റ്റൻസിൻ്റെ അളവ്, അതുപോലെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, അതിനാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റികൾ നമ്മുടെ പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരെന്താണ്, ഇവർ ഇൻഡിപെൻഡൻ്റാണ്. അതായത് ഇവരെ നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അളന്ന് കണ്ടുപിടിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഞാൻ ഏരിയ എന്ന് പറയുകയാണ്. നിങ്ങൾക്കറിയാം ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഏരിയ കിട്ടുന്നത്. വോളിയം എന്ന് പറയുന്ന സാധനം ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡയറക്റ്റായിട്ടാണോ എടുക്കുന്നത്? അല്ല, ഒരു ക്വാണ്ടിറ്റിയെ ഒരു ഫോർമുലയിൽ ഇട്ടെടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഫോർമുലയിൽ ഇട്ടെടുത്താൽ അത് ഡിറൈവ്ഡ് ആണ്, ഡിറൈവ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. എന്നാൽ അത് പറ്റാതെ നേരിട്ട് അളന്ന് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല, ഇത് വെച്ചുകൊണ്ട് നമുക്ക് മറ്റെല്ലാ ക്വാണ്ടിറ്റിയും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫണ്ടമെൻ്റൽ, അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നായിട്ട് എടുത്തിട്ടില്ലേ, ലെങ്ത് ബ്രെഡ്ത്തുമായിട്ട് എടുത്തിട്ട് ഏരിയ അല്ലേ, പക്ഷേ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലെങ്തും എന്ന് പറയുമ്പോഴും അളവ് ദൂരത്തെ പറ്റിയാണ് പറയുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ദൂരം. അപ്പോൾ ദൂരം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏരിയ എന്ന് പറയുന്നൊരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. കൺഫ്യൂഷൻ വന്നതാണോ അല്ലേ? ഇപ്പോൾ നോക്കട്ടെ, എന്താ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ക്വാണ്ടിറ്റി ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അല്ലേ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമുക്കതിനെ മറ്റു മാർഗ്ഗങ്ങളിലൊന്നും മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അളന്നെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഉപകരണം വെച്ച്. കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അല്ലെ, മറ്റു ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചൊന്നും ഇതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഉദാഹരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത്, മാസ്, ടൈം, കറണ്ടിൻ്റെ ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളിപ്പോൾ പഠിക്കും, കെമിസ്ട്രി പഠിച്ചു തുടങ്ങും. ഇപ്പോഴല്ല, അടുത്ത കൊല്ലം എന്തോ തോന്നുന്നു പഠിച്ചു തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ഇതെന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഉദാഹരണം ഇമ്പോർട്ടൻ്റ് ആണേ, നോക്കിയോ എത്ര എണ്ണം ഉണ്ട്, 1, 2, 3, 4, 5, 6, 7. 7 അടിസ്ഥാന ക്വാണ്ടിറ്റികളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്. ഇതല്ലാതെ പിന്നെ 2 എണ്ണമൊക്കെ ഉണ്ട് ആംഗിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്, നമുക്കതൊക്കെ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ പഠിക്കുക, ഏത് ക്വാണ്ടിറ്റിയാണോ ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്നത്, അതായത് മറ്റു ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്, മാത്രമല്ല മറ്റു ക്വാണ്ടിറ്റികളെ ഇവരെ വെച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും, അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. നിങ്ങളിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, ഒരു ഉപകരണം വെച്ചിട്ട് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചത് ഡയറക്റ്റായിട്ട് അളന്നെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ആരെയും മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ ഒന്നും ഇവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ ഉപയോഗിച്ച് നമുക്ക് മറ്റെല്ലാ ക്വാണ്ടിറ്റിയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ ഏരിയ എന്ന് വെച്ചാൽ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞാലും അതെന്താണ്, അളവാണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും അളവാണല്ലേ. ലെങ്ത്ത് എന്താണ്, ദൂരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 2 ദൂരത്തെ പറ്റി പറഞ്ഞ ഏരിയ എന്ന ക്വാണ്ടിറ്റി നമുക്ക് ഈ ലെങ്ത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഡെൻസിറ്റി എന്തുവാണ്, മാസ് ബൈ വോളിയമാണ്. മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. ഇതേ കിടക്കുന്നു മാസ്. വോളിയം എന്ന് പറഞ്ഞാൽ അതെന്താണ്, ലെങ്ത്ത്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ലെങ്ത്തും മാസും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മറ്റെല്ലാ ക്വാണ്ടിറ്റീസിനെയും ഇവർ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ എന്ത് വിളിച്ചത്, ഫണ്ടമെൻ്റൽ എന്ന് വിളിച്ചത്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റി. മനസ്സിലാവുമല്ലോ. 7 എണ്ണവും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാത്രമേ മതിയോ നമുക്ക്? അല്ല, എങ്കിൽ നമ്മൾ പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നോക്കിയേ, ഈ പറയുന്ന സ്ഥലം, ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? ഏരിയ നമ്മൾ ഈ പറയുന്ന കപ്പിൽ അളക്കുന്നതിന് എന്തെന്നാണ് പറയുന്നത്? നമ്മൾ തന്നെ വോളിയം എന്നാണ് പറയുന്നത് അല്ലേ? എന്താ പറയുന്നത്? വോളിയം. മരുന്നായാലും എന്തായാലും നമ്മൾ അളക്കുന്നത് എന്തിലാണ്? വോളിയത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഏരിയ, വോളിയം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ വോളിയം ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ബേസിലുള്ള സർക്കിളിൻ്റെ അല്ലേ ഏരിയ ഇൻറ്റു അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റു എത്ര അളവിലുണ്ട് എന്നുള്ള ലെങ്ത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വോളിയം കിട്ടും. വോളിയം കിട്ടുമെന്ന് അറിയാമല്ലോ അല്ലേ? ബേസിനകത്തുള്ള ഏരിയ, സർക്കിളിൻ്റെ ഏരിയ πr². എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ πr² എത്ര അളവ് വരെ, എത്ര ഉയരം വരെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത്രയും സ്ഥലത്തിരിക്കുന്ന ലിക്വിഡിൻ്റെ അളവ് കിട്ടും. അതിനാണ് എന്ത് വിളിക്കുന്നത്? വോളിയം എന്ന് വിളിക്കുന്നത്. സർക്കംഫറൻസ് ഓഫ് ദ മെഷറിംഗ് ജാർ ഇൻറ്റു എന്തെന്ന് പറയണം? നമ്മളിവിടെ ഹൈറ്റ് എന്ന് പറയണം. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോർമുലയിലൊക്കെ കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. ഇത് വിളിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ ആണല്ലോ. ഡെഫിനിഷൻ നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞു. എക്സാമ്പിൾസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. ഏത്? സർക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ എന്ത് പറയാം? സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഇൻറ്റു ഹൈറ്റ് വെച്ച് പോകുമ്പോൾ വോളിയം കിട്ടും. ഡെൻസിറ്റി മാസ് ബൈ വോളിയം. സ്പീഡ് എന്തുവാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത്, ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം. കണ്ടോ, രണ്ടും എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നവയെല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലാതെ ഉള്ള ബാക്കി എല്ലാ ക്വാണ്ടിറ്റികളും എന്ത് തന്നെയാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ തന്നെയാണ്. കണ്ടോ, വാളിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്തിന് വിഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മരുന്നിൻ്റെ അളവ് അറിയാൻ നമുക്ക് വോളിയം അറിയണം. വോളിയം കിട്ടാൻ സർക്കംഫറൻസിനെ നമ്മൾ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയും. ഇതാണ് ക്വാണ്ടിറ്റികൾ എന്ന് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. സെറ്റാണല്ലോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ചുറ്റുമുള്ള അളക്കാൻ പറ്റുന്നവയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. രണ്ട് തരത്തിലുണ്ട്, ഫണ്ടമെൻ്റലും ഡിറൈവ്ഡും. ഫണ്ടമെൻ്റൽ എന്ന് വെച്ചാൽ ഡയറക്റ്റായി മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നവ മാത്രം. സോ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. അത് ഉപയോഗിച്ച് നമുക്ക് മറ്റു ക്വാണ്ടിറ്റികളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഫണ്ടമെൻ്റൽ എന്ന വാക്ക് വന്നത് അതുകൊണ്ടാണ്. സോ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ യൂസിങ് ദം. ഫോർ എക്സാമ്പിൾ 7 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. 7ൻ്റെ പേരും ഉറപ്പായിട്ടും പഠിച്ചു വെച്ച് പറ്റുള്ളൂ. ഇനി ഇതല്ലാതെ ഇവരെ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്നവയെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കും. ഏരിയയും ഡെൻസിറ്റിയും വോളിയവും സ്പീഡും ആക്സിലറേഷനും ഒക്കെ എന്തിനകത്ത് വരും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്കകത്ത് വരും. തെറ്റാണ്. നമ്മൾ ആദ്യ ഭാഗം തീർക്കുക. നമ്മളിനി പറയാൻ പോകുന്നത് യൂണിറ്റുകളെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ടാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റികളും അവരുടെ യൂണിറ്റുകളെയും പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് വെച്ചാൽ? എവറി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഒരു നമ്പറും ഉണ്ടാവും, ഒരു യൂണിറ്റും ഉണ്ടാവും. എന്തുവാണ്? എന്താ പറഞ്ഞേ? വേറൊന്നുമല്ല, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അതിനൊരു നമ്പർ ഉണ്ടാവും, പ്ലസ് അതിനൊരു യൂണിറ്റ് ഉണ്ടാവും. സംശയമായോ? നോക്കിയോ, ഈ ഗ്യാസിൻ്റെ വെയിറ്റ്, ഈ ഗ്യാസ് കുറ്റിയുടെ വെയിറ്റ് ഞാൻ വെറുതെ പറയാണ് 14.2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും എന്ത് 14.2? നേരെ മറിച്ച് ഞാൻ പറയുകയാണ് 14.2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഇയാൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? വെയിറ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ മാസിനെ പറ്റിയിട്ടാണ്. ആണോ? ഞാൻ നേരെ മറിച്ച് 14.2 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? ആ ഇയാൾ എന്തിനെ പറ്റിയോ പറയുന്നു, പക്ഷേ പറയുന്ന സാധനം എന്താണ്? അളവ്, ലെങ്ത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ദൂരം, ലെങ്ത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ 14.2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? ആ സമയത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? ഞാൻ 14.2 ആംപിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇയാൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? വാല്യൂ എന്ന 14.2, അവൻ്റെ കൂടെ വരുന്ന ആൾ മാറിയപ്പോൾ നമ്മൾ എന്തിനെ പറ്റി പറയുന്നു എന്നുള്ളതും മാറി. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് എപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ആവശ്യമാണ്? ഒരു യൂണിറ്റ് ആവശ്യമാണ്. അത് യൂണിറ്റ് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഈ പറയുന്ന സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണത്? 14.2 എന്ന് എഴുതിയാൽ പോരാ, കിലോഗ്രാം വേണം. അതാണ് ഞാൻ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 14.2 എന്ന് പറയുന്നതാണ് ന്യൂമറിക്കൽ വാല്യൂ.
അതിൻ്റെ കൂടെ വന്നേക്കുന്ന കിലോഗ്രാമാണ് എന്ത് അവിടുത്തെ യൂണിറ്റ്. ഇത്തരത്തിൽ ഏത് ക്വാണ്ടിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞാലും അവിടെ നമുക്ക് എന്ത് വേണം? യൂണിറ്റ് മസ്റ്റാണ്. യൂണിറ്റ് മസ്റ്റാണ്. കണ്ടോ, ഇവിടെ കണ്ടോ 37.8. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, മാസ്ക് ഒക്കെ വെച്ചേക്കാണ്. എന്താണ്? ടെമ്പറേച്ചർ അളക്കുന്നത് അല്ലേ. അപ്പോൾ 37.8 എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറിനെ പറ്റിയാണ് പറയണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അതിൻ്റെ കൂടെ ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ യൂണിറ്റാണ് സെൽഷ്യസ്. രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, ഉയരമാണ് അളക്കുന്നത്. ഉയരം ഞാനൊരു 165 ഇരിക്കട്ടെ, 65. അപ്പോൾ ഇവിടെ എന്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ അളക്കുന്നത്? നമ്മൾ അളക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. അതിന് ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? ഞാനൊരു 164 എടുത്തു. അതിൻ്റെ യൂണിറ്റ് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. 164 മീറ്റർ എന്ന് പറഞ്ഞാലും 164 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലും ശരിയാവോ? ഇല്ല. കാരണം ഉയരം നമ്മൾ അളക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ എങ്ങനെ എഴുതും? 164 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായുള്ളൂ 164 എന്ന് പറയുന്നത് ഉയരത്തെ പറ്റിയിട്ട് പറയുന്നതാണെന്ന്. ലാസ്റ്റ് നോക്കിയേ, എന്താ ഇവിടെ 1 ലിറ്റർ എന്ന് പറയുന്ന ഒരു കോമൺ ബാലൻസ് വെച്ച് ബാലൻസ് ചെയ്തേക്കാണ്. എന്താ ഇവിടെ അളക്കുന്നത്? നമ്മൾ അളക്കുന്നത് മാസ് എന്ന് പറയുന്ന കാര്യമാണ്. മാസിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 എന്താണ്? കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1 കിലോഗ്രാം എന്ന് എഴുതും. സോ ഈ രണ്ടാമത് എഴുതിയ ഭാഗം വരുമ്പോഴേ അത് എന്തിനെ പറ്റി പറയുന്നു എന്ന് നമുക്ക് ഐഡിയ കിട്ടുള്ളൂ. സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ദ വാല്യൂ ഫോളോഡ് ബൈ എ യൂണിറ്റ്. അപ്പോൾ ഒരു നമ്പറും അതിനോടൊപ്പം തന്നെ എന്ത് വേണം? ഒരു യൂണിറ്റും അല്ലേ. ഒരു യൂണിറ്റും വന്നാൽ മാത്രമേ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ അതിനോടൊപ്പം യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. ഫിസിക്സിൽ യൂണിറ്റ് എഴുതാത്ത പക്ഷം മാർക്കില്ല. എന്ത് കാര്യത്തെ പറ്റി നമ്മൾ പറഞ്ഞാലും അവിടെ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയാൽ മാത്രമേ അതെന്താവുള്ളൂ? ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ അളവായിട്ട് മാറുള്ളൂ. സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത്രയും പറഞ്ഞ പോയിന്റിനകത്ത് സംശയമൊന്നും വരാനില്ലല്ലോ. സിമ്പിൾ കാര്യമല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് പോകാം. ഫിസിക്കൽ ക്വാണ്ടിറ്റികളും അതിൻ്റെ യൂണിറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ഓരോ കുട്ടികളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക? അവൻ്റെ ഉയരം എന്താ ഈ ടീച്ചർ ചെയ്യുന്ന പോലെ ഒരു പെൻസിൽ വെച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ 2 കമ്പ് തരികയാണ്. ഒന്ന് ഒരു ചെറിയ കമ്പാണ്. ഒന്നെന്താണ്? ഒരു ചെറിയ കമ്പാണ്. ഒന്ന് ഒരു വലിയ കമ്പാണ്. ഇത് രണ്ടും വെച്ചിട്ട് ഇയാൾ ഉയരം അളക്കാൻ പറയും. ചെറിയ കമ്പ് വെച്ച് ഞാൻ അളന്നപ്പോൾ 1, 2, 3, 4, 4.5. എനിക്ക് എത്ര വന്നു? എനിക്കൊരു 4.5 സ്റ്റിക്കിൻ്റെ അളവാണ് ഉയരമായിട്ട് കിട്ടിയത്. എന്നാൽ ഞാൻ ഈ ഉയരം കൂടി കമ്പ് വെച്ച് അളന്നപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഒരു 2.5 മതിയായി. എത്ര മതിയായി? ഒരു 2.5 സ്റ്റിക്കിൻ്റെ ഉയരം മതിയായി. അപ്പോൾ ഈ ഉയരം എന്ന് പറയുന്ന സാധനം ഞാൻ മെഷർ ചെയ്തത് ഒരു ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള കമ്പ് ഉപയോഗിച്ച്. അപ്പം ഞാൻ പറയും ഉയരം എന്താണ്? ലോങ്ങർ സ്റ്റിക്ക് വെച്ച് 2.5, ഷോർട്ടർ വെച്ച് 4.5 എന്ന് പറയും. ഞാൻ ഫോൺ വിളിച്ച് എൻ്റെ കൂട്ടുകാരനടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഒരുത്തിൻ്റെ ഉയരം അളന്നു. ഉയരം എന്ന് പറയുന്നത് 2.5 ആണ്. എൻ്റെ കൂട്ടുകാരൻ ചെറിയ സ്റ്റിക്ക് വെച്ച് അളന്നത്. അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറയും, ഞാൻ ഇന്ന് ഒരുത്തിൻ്റെ ഉയരം അളന്നു, അത് എത്രയാണ്? 4.5 ആണ്. അപ്പോൾ ഒരേ ഉയരം, ഒരാൾ 2.5 എന്ന് പറഞ്ഞു, ഒരാൾ 4.5 എന്ന് പറഞ്ഞു. രണ്ടും അളന്നേക്കുന്ന കറക്റ്റ് ഒരേ ദൂരം തന്നെയാണ്. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്തേക്കുന്ന രീതി തെറ്റല്ലേ? അത് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വേറെയല്ലേ? അപ്പോൾ ഇങ്ങനെ പലയിടത്തും പല രീതി അളന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറഞ്ഞ പോലെ ജപ്പാൻകാരെ അളക്കുന്നത് ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ടും ഇന്ത്യക്കാരെ അളക്കുന്നത് വേറൊന്ന് വെച്ചിട്ടും ആണെങ്കിൽ ജപ്പാനി ഉണ്ടാക്കിയ സാധനം ഇന്ത്യയെ കൊണ്ടുവച്ച് അസംബിൾ ചെയ്യാൻ പറ്റുമോ? അവിടെ കാറിന് വരെ വേറെ വല്ലതും കിട്ടും ഇല്ലേ? സോ നമുക്ക് ലോകത്തെല്ലായിടത്തും അളക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് രീതി വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എന്താ അവിടെ പറയുന്നത്? എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ നമ്മൾ അളവുകളെ പറ്റി പറയുമ്പോൾ അതുകൂടെ ആലോചിച്ചോളണം. ഇവിടെ ആലോചിച്ച് നോക്കിയേ, ഒരു പാത്രത്തിലെ വെള്ളം ഞാൻ ഒരു ചെറിയ ഗ്ലാസ് ഉപയോഗിച്ചും വലിയ ഗ്ലാസ് ഉപയോഗിച്ചും അളന്നു. ചെറിയ ഗ്ലാസ് വെച്ച് അളന്നപ്പോഴത്തേക്കും എനിക്കൊരു 20 ഗ്ലാസ് കിട്ടിയെങ്കിൽ വലുത് വെച്ച് ചിലപ്പോൾ 10 മതിയാവും. അപ്പോൾ ഞാൻ പറയാണ് 10 ഗ്ലാസ്, മറ്റോ പറയാണ് 20 ഗ്ലാസ്. രണ്ടുപേരും അളന്നേക്കുന്ന ഒരേ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ രണ്ടിൻ്റെ അളവ് വ്യത്യാസമല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പറയുന്നുണ്ട്, എന്ത് വസ്തു അളക്കുമ്പോഴും അത് ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡ് രീതിയുണ്ട് അല്ലേ? നിങ്ങൾ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റ് അളക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത്? നിങ്ങൾ സെൻറ്റിമീറ്റർ സ്കെയിലല്ലേ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരനും ഈ ലോകത്തുള്ള എല്ലാവരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
അതിലെല്ലായിടത്തും ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ? ഉയരം അല്ലെങ്കിൽ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റാണല്ലോ. അപ്പോൾ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുന്നത് എന്താ? എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. കണ്ടോ, കുട്ടിയുടെ ഉയരം അളക്കുമ്പോഴത്തേക്ക് വന്ന വ്യത്യാസമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന ചോദ്യം നോക്കിയേ. ഇൻ ബോത്ത് കേസസ് ആർ ദ മെഷർമെൻറ്റ് ഒബ്റ്റൈൻഡ് ദ സെയിം? ആണോ? സെയിം ആണോ? നോ. വൈ ആർ ദ മെഷർമെൻറ്റ് നോട്ട് ഈക്വൽ? ബിക്കോസ് ദേ ആർ യൂസിങ് ഡിഫറൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ഒബ്ജക്റ്റ്. വൈ എവറി വൺ യൂസസ് ദ സെയിം റെഫറൻസ് ഒബ്ജക്റ്റ് ഈസ് ഇൻ ദ മെഷർമെൻറ്റ് വി സെയിം? അതെ, എല്ലാവരും സെയിം ഒബ്ജക്റ്റാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഉയരം എന്തായേനെ? എല്ലാവർക്കും സെയിം ആയേനെ. അപ്പോൾ നമുക്ക് എന്ത് വേണം? വെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മെഷേർഡ് എനിവെയർ ഇൻ ദ വേൾഡ് ദ മെഷർമെൻറ്റ് ഷുഡ് ബി ദ സെയിം. അല്ലെ, സെയിം ആവണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി അഡോപ്റ്റ് എ ഫിക്സഡ് റെഫറൻസ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സഡ് റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ, ലെങ്ത് എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലായിടത്തും ഒന്നുകിൽ മീറ്റർ, ചെറിയ യൂണിറ്റ് ആണെങ്കിൽ സെൻറ്റിമീറ്റർ, അതിലും ചെറുതാണെങ്കിൽ മില്ലിമീറ്റർ, അതിലും കൂടുതലാണെങ്കിൽ കിലോമീറ്റർ, ഇങ്ങനെയല്ലേ അളക്കുന്നത്? അല്ലെങ്കിൽ പണ്ട് മൈൽ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അതിനു മുമ്പ് ഫർലോങ് എന്ന് പറയുന്നൊരു യൂണിറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. റോഡിൻ്റെ സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ഒരു സാധനമുണ്ട്, മൈൽ കുറ്റി എന്ന് പറഞ്ഞ് വെച്ചേക്കുക. അതിനകത്ത് ഇങ്ങനെ ദൂരമൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് എഴുതി വെച്ചേക്കുമായിരുന്നു. പിന്നീട് കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലിലോട്ട് മാറി കിലോമീറ്ററിലായി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, എടാ നിങ്ങളുടെ വീട് തൊട്ട് സ്കൂൾ വരെ എത്ര ദൂരമുണ്ട്? നിങ്ങൾ പറയും ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അല്ലാതെ ആരെങ്കിലും പറയാറുണ്ടോ ഒരു 50,000 അല്ലെങ്കിൽ 5,000 മീറ്റർ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു 50,000 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറയുമോ? ഇല്ലല്ലോ. നമ്മൾ ദൂരമുള്ള യൂണിറ്റുകൾ കിലോമീറ്റർ പറയും. എന്നും പറഞ്ഞ് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ലെങ്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 0.3 കിലോമീറ്റർ എന്ന് പറയുമോ? ഇല്ല, നിങ്ങളത് സെൻറ്റിമീറ്റർ പറയും അല്ലേ? കടയിൽ തുണി വാങ്ങാൻ പോകുന്നു, അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു 2 മീറ്റർ തുണി എന്ന് പറയും. അതോ നിങ്ങൾ പറയുമോ ഒരു 0.2 അല്ലെങ്കിൽ 0.5 കിലോമീറ്റർ തുണിയെന്ന്? അപ്പോൾ ഓരോ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ഓരോ തരം യൂണിറ്റുകൾ ഉപയോഗിക്കണം. അതിനെ പറ്റി അവിടെ പറയുന്നത് കേട്ടോ. ഫീറ്റ്, പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ഫീറ്റ് എന്ന് പറയുന്നത്. ക്യൂബിറ്റ്, ഈ കൈയുടെ അളവെന്ന് പറയുന്നത്, പത്തിയുടെ അളവ്. അടുത്ത ഹാൻഡ് സ്പാൻ, ഇതൊക്കെ പണ്ട് ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ പ്രശ്നം ഇതൊന്നും എന്തല്ല, സ്റ്റാൻഡേർഡ് അല്ല, ആക്യുറസി കുറവാണല്ലോ. എൻ്റെ കൈയുടെ നീളമോ നിങ്ങളുടെ കൈയുടെ നീളമോ ഒന്നും ആയിരിക്കും ഇല്ല. ഒരു ആവറേജ് അളക്കാൻ മതി, പക്ഷേ പ്രിസൈസ് ആകുമ്പോഴത്തേക്ക് പറ്റത്തില്ല അല്ലേ? മാത്രമല്ല മറ്റ് റീജിയനിലുള്ള ഒരാൾക്ക് മെഷർമെൻറ്റ് പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ പറയുകയാണ്, ഒരു 3.5 അടി വീതിയുള്ളൊരു വഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കക്കാരന് മനസ്സിലാവുമോ ഈ 3.5 അടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ വേണം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എപ്പോൾ പഠിക്കാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാം കൂടി ഒരു ക്ലാസ് പഠിച്ച് തീർക്കണ്ടല്ലോ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സമയം ആവശ്യം പോലെയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.